ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പുട്ട് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഈ ഒരു നുറുക്ക് ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അല്പം വലിയ തരിയോട് കൂടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്രൗൺ കളറിലുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇളം മഞ്ഞ നിറത്തിലുള്ള നുറുക്ക് ഗോതമ്പും അല്പം ചെറിയ തരിയോട് കൂടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു വെക്കുന്നത്. ഇത് കുതിരാനായിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു വെക്കുന്നത്. അങ്ങനെ വെട്ടി തിളക്കുന്ന വെള്ളമൊന്നും വേണമെന്നില്ല. നല്ല ചൂടുള്ള വെള്ളം ഇതിലോട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതിവിടെ അടച്ച് മാറ്റി വെക്കാം. അങ്ങനെയാകുമ്പം അരമണിക്കൂർ കൊണ്ട് ഈ നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയത്ത് വേറെ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാരറ്റിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അധികം ചേർക്കേണ്ടതാണെങ്കിൽ ഇത്ര തേങ്ങ ചേർത്ത് കൊടുക്കണമെന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ പുട്ട് കഴിക്കാനായിട്ട് യാതൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത കാഷ്യൂ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്ര മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് എന്തായെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കളയാം. നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ലതുപോലെ തന്നെ വെള്ളം പോയി കിട്ടും. ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ വെള്ളം പോയി കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും ചേർത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ കുഴക്കാറുള്ളത് അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അധികം പ്രസ് ചെയ്യാതെ നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള വേറൊരു പുട്ടിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ആദ്യം പുട്ടുകുറ്റിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തന്നെ തേങ്ങ ചേർത്തിട്ടാണ് ഞാനൊരു പുട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര തേങ്ങ വേണ്ടാന്നാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണിത്. ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ പുട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. അത്രയും ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴായിരിക്കും നല്ല രുചി ഉണ്ടാവുക. ഇത് നമുക്ക് ചിരട്ടപ്പുട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം. കുക്കറിലൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ പുട്ടുകുടത്തിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അവിടെ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇത് അല്പം വലിയ തരിയോട് കൂടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. അതുകൊണ്ട് ഞാനിതൊരു 20 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ നുറുക്ക് ഗോതമ്പ് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല മണമുണ്ട് ഈ ഒരു നുറുക്ക് ഗോതമ്പ് പുട്ടിന്. നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇനി നിങ്ങൾക്ക് കറി കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നേരത്തെ തേങ്ങയും ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ചേർക്കണ്ട, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. കടലക്കറിയോ ചെറുപയർ കറിയോ ഏത് കറി കൂട്ടിയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ ആരും മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.